ആദ്യത്തെ കിളികൊള്ളിലെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയും സുധീഷും ആണെങ്കിൽ കോടതിയിൽ നിന്നൊക്കെ അവർ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു റെസ്റ്റോറൻറ്റ് കയറി അവർ ജ്യൂസും പപ്സൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട് എന്തൊരു തിരക്കല്ലേ കോടതിയിൽ, ഞാൻ വിചാരിച്ച് ഇത്രയും തിരക്കൊന്നും കാണത്തില്ല, നമ്മൾ പോയി നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ കയറി നിന്ന് കാര്യം പറഞ്ഞിട്ടൊക്കെ വന്നാൽ മതിയെന്നൊക്കെ വിചാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുധീഷും പറയുന്നുണ്ട് ആ ശരിയാണ്, ഞാനും കരുതിയില്ല ഇത്രയും തിരക്കൊക്കെ ഉണ്ടാവുമെന്നൊക്കെ. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നത് ഇനിയിപ്പോൾ സുധീഷിന് വേറെ കല്യാണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടാം വിവാഹമാണെന്നല്ലേ പറയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ സുധീഷിനാണെങ്കിൽ പപ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മണ്ടയിൽ കയറുന്നുണ്ട്. അത് സുധീഷ് ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ ഞെട്ടി നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ നിധിയാണെങ്കിൽ. സുധീഷ് പറയുന്നുണ്ട് അപ്പം മാഡം വിഷമിക്കേണ്ട, ഞാനാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ മാഡത്തിനെ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് എന്നെ വിളിക്കണേ, ഞാൻ വരാം, ഞാൻ വന്നിട്ടാണെങ്കിൽ ഞാൻ പറയാം അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറയാമെന്നൊക്കെ നമ്മളെ സുധീഷിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ശരി, അതൊക്കെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തല്ലേ, അപ്പോൾ നമുക്ക് നോക്കാമെന്നൊക്കെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധി പറയുന്നത് എന്താ, നമ്മൾ കൗൺസിലിങ്ങിൻ്റെ അടുത്ത് പോയപ്പോൾ അവർ നമ്മളെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി എത്രയും അവർ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുധീഷ് പറയുന്നുണ്ട് ശരിയാ, അത് കേട്ടപ്പോൾ എനിക്കും തോന്നി നമുക്ക് ഒന്നിച്ച് ജീവിച്ചാലോ എന്നിങ്ങനെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നു അതൊന്നും ശരിയാവത്തില്ല, നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ്, നമുക്ക് ഒരിക്കലും നമുക്ക് ശരിയായി പോകത്തില്ല എന്നൊക്കെ നമ്മൾ നിധി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അത് കേൾക്കുന്നത് നമ്മൾ സുധീഷിനാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. കാര്യം സുധീഷാണെങ്കിൽ എത്രയ്ക്കും നിധിയായിട്ട് ഒരുമിച്ച് ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പം നിധിയുടെ വായന ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്താണ് സുധീഷിനാണെങ്കിൽ നല്ല സങ്കടം ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സുധീഷ് പപ്സൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ സുധീഷിൻ്റെ ചെറിയിൽ മൊത്തം ഇങ്ങനെ പപ്സ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നത് ആ ചെറിയിൽ മൊത്തം പപ്സ് ആയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സുധീഷാണെങ്കിൽ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ താഴെ ഭാഗത്തൊക്കെ തട്ടുന്നുണ്ട്. തട്ടുമ്പോൾ അങ്ങനെ പപ്സിൻ്റെ പൊടി പോകുന്നില്ല. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ സുധീഷ് വേണമെന്ന് വെച്ച് തന്നെ വീണ്ടും ഇങ്ങനെ പപ്സിൻ്റെ പൊടിയൊക്കെ ആക്കുന്ന സമയത്താണെങ്കിൽ നിധി പറയുന്നുണ്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ ഇരിപ്പുണ്ട് അതെടുത്ത് അങ്ങ് തുടച്ചോ എന്നൊക്കെ നമ്മളെ സുധീഷിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരങ്ങ് വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ സുധീഷാണെങ്കിൽ മുമ്പ് അവർക്ക് കല്യാണം നടത്തി കൊടുത്ത ആ ഒരു പോലീസുകാരനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു കോഫി ഷോപ്പിലോട്ട്. അപ്പോൾ വിളിച്ചിട്ടാണെങ്കിൽ സുധീഷ് എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിധിയുടെ അച്ഛൻ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ നോക്കിയ കാര്യങ്ങളും ഇപ്പം നിധി ഡിവോഴ്സിൻ്റെ കേസ് കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിധി ഇല്ലാതെ പറ്റത്തില്ല, അവളിപ്പം ഡിവോഴ്സ് ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ തന്നെ താമസിക്കാൻ അവൾ തീരുമാനിച്ചിരിക്കുന്നത്, അപ്പോൾ അവൾക്ക് എൻ്റെ കൂടെ താമസിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പോലീസുകാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ സോപ്പിടാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട്, ഞാൻ സാറിനെ എൻ്റെ അച്ഛനെ കിടക്കാ കാണുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷ് ആണെങ്കിൽ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അടിക്കുന്നുണ്ട് നമ്മളെ പോലീസുകാരൻ്റെ അടുത്ത്. അങ്ങനെ ഇത് കേൾക്കുന്ന സമയത്ത് പോലീസിനാണെങ്കിൽ ഭയങ്കര വിഷമമാകുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് സാരമില്ല, ഞാനാണെങ്കിൽ നിധിയെ ഫോൺ ചെയ്ത് സംസാരിച്ചോളാം, കാര്യങ്ങളൊക്കെ തിരക്കിക്കോളാം എന്നൊക്കെ നമ്മൾ പോലീസും നമ്മളെ സുധീഷിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ചായയുടെയും സ്നാക്സിൻ്റെയൊക്കെ പൈസകളൊക്കെ നമ്മൾ സുധീഷിനെ കൊണ്ട് കൊടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പം കാണിക്കുന്നത് നമ്മൾ ഹരീഷിനെയാണ്. അപ്പോൾ ഹരീഷാണെങ്കിൽ നമ്മളെ നീതുവിൻ്റെ അടുത്ത് മിണ്ടാത്തതിൻ്റെയൊക്കെ സങ്കടത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഹരീഷാണെങ്കിൽ പിന്നെ ഫോണെടുത്ത് നമ്മൾ നീതുവിന് മെസ്സേജൊക്കെ അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നീതു ആണെങ്കിൽ വർക്ക്ഷോപ്പിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പ്രശ്നങ്ങളൊക്കെ അവർ കോംപ്രമൈസൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണിച്ചിട്ടാണ് പ്രമോ റിവ്യൂ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.